നിൽക്കുമ്പോൾ സർക്കാർ നേട്ടങ്ങളെ മറികടക്കാൻ വർഗീയ ധ്രുവീകരണമാണ് UDF-ഉം BJP-യും സ്വീകരിച്ചത് എന്നുള്ളത് കാണാൻ സാധിക്കും. ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ കൈവരിച്ച നേട്ടം അഭൂതപൂർവമാണ്. ആശുപത്രികളിൽ ലഭ്യമായ ചികിത്സാ സൗകര്യങ്ങൾ, അതും കേരളത്തിൽ എടുത്തു പറയത്തക്കതാണ്. കേരളത്തിലെ പ്രൈമറി ഹെൽത്ത് സെന്ററുകളെല്ലാം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി. ഇങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും കൈവരിച്ചിട്ടുള്ള നേട്ടം ജനങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ ഈ മേഖലയിലെ സ്ഥാപിത താൽപര്യക്കാർ അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി ശക്തമായി രംഗത്ത് വന്നിരുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം അവർക്ക് UDF-ന് അനുകൂലമായ സാഹചര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ ഉയർത്തുകയാണ് ചെയ്യേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ജനക്ഷേമ നടപടികൾ, വൻകിട വികസന പദ്ധതികൾ, ഇതെല്ലാം ചേരുന്ന ഭരണ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് പോരായ്മകൾ നേരിടുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ഉദ്ദേശ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിൽ യഥാസമയത്ത് എത്തിക്കുന്ന കാര്യത്തിൽ പോരായ്മ വന്നു എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. ഇതിൻ്റെ എല്ലാം സർക്കാർ നേട്ടങ്ങൾ ഈ രീതിയിൽ ഉയർന്നു നിൽക്കുമ്പോൾ സർക്കാർ നേട്ടങ്ങളെ മറികടക്കാൻ വർഗീയ ധ്രുവീകരണമാണ് UDF-ഉം BJP-യും സ്വീകരിച്ചത് എന്നുള്ളത് കാണാൻ സാധിക്കും. UDF ഒരു കാരണവശാലും പരാജയപ്പെടരുത് എന്ന് വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ ജനങ്ങളിടയിൽ വ്യാപകമായി പ്രചാരവേല നടത്തി അവർ സ്വീകരിക്കുന്ന സമീപനമുണ്ടായി. ഇത്തരം നീക്കങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങളും വലിയ തോതിൽ പിന്തുണ നൽകിയിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ തിരിച്ചടി ഏൽക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ പുതിയ വിലയിരുത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഐക്യത്തോടു കൂടിയാണ് കേരളത്തിൽ പ്രവർത്തിച്ചത്. സംസ്ഥാന തലങ്ങളിലൊന്നും ഒരു ഭിന്നതയും ഉണ്ടായില്ല. എന്നാൽ ചില പഞ്ചായത്തുകളിൽ, ചില പ്രദേശങ്ങളിൽ ചില ഒറ്റപ്പെട്ട പ്രവണതകൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം പ്രവണതകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോജിപ്പിന് വിരുദ്ധമായ അത്തരം ചില നീക്കങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് ആവശ്യമായ നിലപാടുകൾ ഭാവിയിൽ സ്വീകരിച്ചു മുമ്പോട്ട് പോകണമെന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരം സ്ഥിതിവിശേഷങ്ങളെല്ലാം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിജീവിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ വിജയം കൈവരിക്കാനാകും എന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ ആകെ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മാത്രമാണ് വ്യത്യസ്തമായ ജനങ്ങളുടെയും തൊഴിലാളികളുടെയും പ്രശ്നങ്ങളിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു മുന്നണി സംവിധാനം. കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഈ രണ്ട് പാർട്ടികളുമാണ് UDF-ലെ പ്രധാനപ്പെട്ട പാർട്ടികൾ. BJP ഇവരെല്ലാം സ്വീകരിക്കുന്ന നിലപാടുകൾ ജനവിരുദ്ധ സമീപനത്തോടുകൂടി ജനങ്ങൾക്കെതിരായ നീക്കങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ എല്ലാ വിഭാഗം ആളുകളും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇന്ന് ലേബർ കോഡിന്റെ പ്രശ്നം. ലേബർ കോഡിന്റെ പ്രശ്നത്തിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ച നിലപാട് രാജ്യത്തിന് പോലുള്ള അനുഭവം. പത്രപ്രവർത്തകർ അവരുടെ കൂലിയും അവരുടെ ആനുകൂല്യങ്ങൾക്കും വേണ്ടി ആശ്രയിക്കുന്ന വേജ് ബോർഡ് പോലും നിലനിൽക്കാത്ത നിലയാണ്
ഈ ലേബർ കോഡിന്റെ നടപടികളിലൂടെ വരാൻ പോകുന്നത് എല്ലാ മേഖലകളെയും ബാധിക്കുകയാണ്. തൊഴിൽ സമയം വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. മിനിമം കൂലി ഇല്ലാതാവുകയാണ്. കേരളത്തിൽ 87 മേഖലകളിൽ മിനിമം കൂലിയുണ്ട്. ഈ പ്രശ്നം ആദ്യം വേജ് ബോർഡാണ് പാർലമെന്റ് മുമ്പിൽ വരുന്നത്. ഈ 4 കോഡുകളിൽ ഈ വേജ് ബോർഡ് നിയമം പാർലമെന്റിൽ വന്നപ്പോൾ ലോകസഭയിൽ വോട്ടെടുപ്പ് നടന്നില്ല. ലോകസഭയിൽ ഇടതുപക്ഷ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് വളരെ ദുർബലമാണ്. പിന്നെ കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലയുള്ളത് രാജ്യസഭയിലാണ്. രാജ്യസഭയിൽ ഇവിടെ കേരളത്തിൽ നിന്നുള്ള MP സഖാവ് എളമരം കരീം ഉൾപ്പെടെ നടപടിക്ക് വിധേയമായി, സസ്പെൻഷന് വിധേയമായി. ഇതിനെതിർത്തതാണ് കാരണം. അതിനെതിരെയുള്ള പ്രതിഷേധമുയർത്തിയതാണ് കാരണം. എന്നാൽ ഏതെങ്കിലും ഒരു സഭയിൽ കോൺഗ്രസിന്റെ പ്രതിനിധികൾ കേരളത്തിൽ നിന്ന് വലിയ എണ്ണമല്ലേ ലോകസഭയിലുള്ളത്, ഇടതുപക്ഷം തീരെയില്ലല്ലോ. അവിടെ ഈ പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് വിധേയമായപ്പോൾ കോൺഗ്രസ് എടുത്ത നിലപാടെന്താ? ഈ നിയമത്തിനെതിരെ വോട്ട് ചെയ്തു. ഇതെല്ലാം ഇന്ന് സാമ്പത്തിക നയത്തിന്റെ പ്രശ്നങ്ങളിൽ അവർ സ്വീകരിക്കുന്ന നിലപാടിന്റെ ഭാഗമാണിത്.